ഹായ് പ്യാരെ വെച്ചോ അനസാറാണ്. എല്ലാ മക്കളും അടിപൊളിയായിട്ട് സ്കൂളിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഒരു ഭാഗത്ത് മഴ പെയ്യുന്നുണ്ട്, ഒരു ഭാഗത്ത് ഓണ എക്സാം വരുന്നുണ്ട് അല്ലേ. അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അനസാറിന്റെ കയ്യിൽ ഒരു അടിപൊളി ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. സാർ, ഇത് ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പറയുന്നുണ്ടാകും. അതെ, ഇത് നിങ്ങളുടെ ഈ അധ്യയന വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഹിന്ദി ടെക്സ്റ്റ് ബുക്കാണ്. അപ്പം 4 വരെ സ്റ്റേറ്റിൽ പഠിച്ച മക്കൾക്ക് ഹിന്ദി ഇല്ല. 5ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ മറച്ച് നോക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെല്ലാമാണ് ഈ ഒരു പാർട്ട് 1ൽ നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ നമുക്കിതിൽ ഇതിൻ്റെ ഒരു പാഠഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ പാഠഭാഗങ്ങൾ എന്തെല്ലാമാണ് ഈ പാർട്ട് 1ൽ ഈ അധ്യയന വർഷം നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതല്ലാതെ ഒരു ടെക്സ്റ്റ് ബുക്കും കൂടി ഉണ്ട്, പാർട്ട് 2. അപ്പോൾ ടോട്ടലി 5 യൂണിറ്റ് ആണുള്ളത്. ഒന്നാമത്തെ പാർട്ടിൽ 3 യൂണിറ്റും രണ്ടാമത്തെ പാർട്ടിൽ 2 യൂണിറ്റും, അങ്ങനെ ടോട്ടൽ 5 യൂണിറ്റ് ആണ് ഈ അധ്യയന വർഷം പഠിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ യൂണിറ്റ് ആണ് ദുലാരെ പൽ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള യൂണിറ്റ്. പ്രിയപ്പെട്ട നിമിഷങ്ങൾ, ലവ്ലി മൊമെന്റ്സ് എന്നാണ് ഈ ഒരു യൂണിറ്റിൽ നിന്നും നമുക്ക് മനസ്സിലായത്. അപ്പോൾ അതിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ദൂപാഗൈ എന്ന് പറയുന്ന ഒരു കവിത, പ്രയാഗ് ശുക്ലിന്റെ മനോഹരമായിട്ടുള്ള ഒരു കവിത അല്ലേ. വെയിൽ വന്നു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് വെയിൽ വന്നിട്ടുണ്ടാവുക, നമ്മുടെ വീടിൻ്റെ അടുത്ത് വെയിൽ വന്നതുപോലെയാണോ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള കവിതയിൽ പറയുന്നത്. പിന്നെ ടോമി ഓർ മേം, ടോമി ആരാണ്, മേം എന്നുള്ളത് ഞാൻ അനസാറിനെ കുറിച്ചാണോ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്, അത് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള കൂട്ടുകാരനോ കൂട്ടുകാരിയെ കുറിച്ചാണോ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ പാഠഭാഗത്തിൽ പഠിക്കും. പില്ല അല്ലേ, പില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രം തെളിഞ്ഞു വന്നല്ലോ അല്ലേ. പപ്പി എന്നാണ് പില്ല എന്നതിൻ്റെ മീനിങ്. അപ്പോൾ പപ്പിയെ കുറിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കവിത സഫ്ദർ ഹാഷിമിയാണ് ആ ഒരു കവിത എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ 3 മനോഹരമായിട്ടുള്ള പാഠഭാഗങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റിൽ അടങ്ങിയിട്ടുള്ളത്. ശേഷം പതിയെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് നോക്കുകയാണെങ്കിലോ, ഖുഷി ഖുഷി അല്ലേ, സന്തോഷം. സന്തോഷിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളാരാ അല്ലേ. എല്ലാവർക്കും ഹാപ്പി മൊമെന്റ്സ് അല്ലേ, ഹാപ്പി ഫേസ് ഒക്കെ ആയിട്ട് ഇരിക്കാനാണ് വളരെയധികം ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ സന്തോഷ നിമിഷങ്ങളെല്ലാം നമ്മൾ എൻജോയ് ചെയ്യും. ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ടീം ജയിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും അല്ലേ. നേരെ മറിച്ച് ടീം തോറ്റു കഴിഞ്ഞാൽ എന്താവും, നമുക്കൊരു ദുഃഖം ഉണ്ടാവും, സ്വാഭാവികം അല്ലേ. അപ്പോൾ അതേപോലെ സന്തോഷിക്കുന്ന ദിനങ്ങൾ വരട്ടെ എന്നാണ് നാം ഓരോരുത്തരും എന്ത് ചെയ്യുന്നത്, മനസ്സിൽ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ചിഡിയാക്ക ഗർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് രണ്ടാമത്തെ യൂണിറ്റിൽ ആദ്യത്തെ പാഠഭാഗം. ഇതൊരു കവിതയാണ്. ചിഡിയാക്ക ഗർ, ഗർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വീട് അല്ലേ. അപ്പോൾ ചിഡിയാക്ക ഗർ എന്ന് പറഞ്ഞാൽ ചിഡിയ പക്ഷിയാണ്. അപ്പോൾ പക്ഷിയുടെ വീട്, പക്ഷിക്കൂട് അല്ലേ, അതെന്തായിരിക്കും അല്ലേ. അതൊക്കെ വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് നമുക്കിതിൽ നിന്നും പഠിക്കാനുള്ളത്. ശേഷം നമുക്ക് വിചിത്ര ജീവി, വിചിത്രമായ എന്തോ ജീവി, അതിൽ തന്നെ എന്താ അതിൻ്റെ അർത്ഥം, അതെന്തായിരിക്കും അല്ലേ, നമ്മൾ ഇതുവരെ കാണാത്ത ജീവിയാണോ എന്നുള്ളതൊക്കെ നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗമാണ് രണ്ടാമത്തെ യൂണിറ്റിൽ രണ്ടാമതായിട്ട് വരുന്നത്. ശേഷം നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് ഇങ്ങനെ വരികയാണെങ്കിലോ അല്ലേ, റിംജിം റിംജിം അല്ലേ. അപ്പോൾ ആ ശബ്ദം ഒരു മഴയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ശബ്ദമാണത് അല്ലേ. അപ്പോൾ അതിൽ പേഡ് കാ ജാദു ഒരു കഹാനിയാണ് അല്ലേ. ആ മരത്തിൽ നിന്നും ആ മരം ഒരുപാട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ ഒരു തൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വീട്ടിൽ ഇന്നും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ അന്ന് അത് കൊണ്ടുപോയി നട്ടതിന് ശേഷം വീണ്ടും അങ്ങോട്ട് പോയിട്ടുണ്ടോ, അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ടോ എന്നൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും മരങ്ങളൊക്കെ എന്ത് ചെയ്യണം, നട്ടുപിടിപ്പിക്കണം. ഓക്കെ. അപ്പോൾ പേഡ് കാ ജാദു എന്ന് പറയുന്ന ഒരു കഹാനി, വിനോദ് കുമാർ ശുക്ലാണ് ഈ ഒരു കഹാനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ എഴുതി തന്നിട്ടുള്ളത്. അതേപോലെ വർഷ ആയി എന്ന് പറയുന്ന ഒരു കവിത അല്ലേ, മഴ വന്നു അല്ലേ. അതേപോലെ ബാലകൃഷ്ണ ഗർഗാണ് ഈ ഒരു വർഷ ആയി എന്ന് പറയുന്ന കവിത എഴുതിയിട്ടുള്ളത്. ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള ഒന്നാമത്തെ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളും രണ്ടാമത്തെ യൂണിറ്റിൽ 2 പാഠഭാഗങ്ങളും മൂന്നാമത്തെ യൂണിറ്റിൽ 2 പാഠഭാഗങ്ങളും 7 പാഠഭാഗങ്ങളാണ് ഈ അധ്യയന വർഷത്തെ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പാർട്ട് 1ൽ പഠിക്കാനുള്ളത്. അപ്പോൾ 7 പാഠഭാഗങ്ങളുണ്ട്. സാറേ, അപ്പോൾ ഇതിൽ ഇതെല്ലാം പാഠം ഓണപരീക്ഷയ്ക്ക് വരുമോ? ഇല്ല, 2 യൂണിറ്റാണ് ഓണപരീക്ഷയിൽ വരിക. ഒന്നാമത്തെ യൂണിറ്റിലുള്ള 3 പാഠഭാഗങ്ങൾ ഏതൊക്കെ, ദൂപാഗൈ, അതേപോലെ ടോമി ഓർ മേം, അതേപോലെ പില്ല, അതേപോലെ രണ്ടാമത്തെ യൂണിറ്റിലെ ചിഡിയാക്ക ഗർ, അതേപോലെ വിചിത്ര ജീവി എന്നുള്ള പാഠഭാഗങ്ങളാണ് വരുന്നത്. അപ്പോൾ ക്ലിയർ ആണ്. പിന്നെ വരുന്ന 2 പാഠഭാഗങ്ങൾ ക്രിസ്മസ് പരീക്ഷയിലേക്കും പിന്നെ വരുന്ന എല്ലാ പാഠഭാഗങ്ങളും കൂടി ചേർത്ത് പബ്ലിക് പരീക്ഷയും കൂടിയാണ് വരുന്നത് എന്നുള്ളത് തന്നെ മക്കൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ അധ്യയന വർഷം ആദ്യമായിട്ട് ഹിന്ദി പഠിക്കുന്ന ഒരു മക്കളും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. വളരെ ലളിതമായിട്ടാണ് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക്. ഇനി അങ്ങനെ ലളിതമായിട്ടല്ല നിങ്ങൾക്ക് തോന്നുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈലത്തിൻ്റെ ക്ലാസ്സിലേക്ക് വരിക. അടിപൊളിയായിട്ട് ഇവിടെ എന്ത് ചെയ്യും, ലൈവായിട്ടും റെക്കോർഡായിട്ടും ഒക്കെ ക്ലാസ്സുകളുണ്ട്. അതിന് നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് അല്ലാതെ നമുക്ക് എന്തുണ്ട്, ഒരു പൃഥ്വി ബാച്ച് ഇവിടെ അവൈലബിൾ ആണ്. ഈ പൃഥ്വി ബാച്ചിൽ ധാരാളം ഫീച്ചേഴ്സാണ് നിങ്ങളെ തേടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. ഞാൻ ലൈവായിട്ട് ആ സമയത്ത് നമുക്ക് ക്ലാസ്സുകൾ കാണാൻ കഴിഞ്ഞില്ല
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ റെക്കോർഡായിട്ട് ആ സെക്ഷൻ അവിടെ നിങ്ങൾക്ക് എപ്പോഴും എന്ത് ചെയ്യാം? കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ സ്ലൈഡ്സ് ആൻഡ് നോട്ട്സ് അല്ലേ, സൈലം തയ്യാറാക്കുന്ന അടിപൊളിയായിട്ടുള്ള സ്ലൈഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ലഭിക്കും. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാകും. ഇപ്പോൾ ഈ കഴിഞ്ഞ അധ്യയന വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഓൾറെഡി നമ്മൾ ഇതിലുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഓണത്തിനൊരു മോഡൽ എക്സാം നടത്തും, അതേപോലെ ക്രിസ്മസിന് ഒരു മോഡൽ എക്സാം നടത്തും, പബ്ലിക് പരീക്ഷയ്ക്ക് ഒരു മോഡൽ എക്സാം നടത്തും, പിന്നെ അതേപോലെ യൂണിറ്റ് വൈസ് നമ്മൾ എക്സാം നടത്തും. അപ്പോൾ നമുക്ക് എന്താവും? പരീക്ഷയോടുള്ള ആ പേടി മാറിക്കിട്ടും. ആദ്യമായിട്ട് ഹിന്ദി പഠിക്കുക എന്നുള്ളത് നാം പോലും മറന്നു പോകും. അടിപൊളിയായിട്ട് നമുക്ക് ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പൃഥ്വി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല എല്ലാ മക്കളും എന്ത് ചെയ്യണം? താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ബാച്ച് ഏതാണോ അത് നിങ്ങൾ ഉറപ്പുവരുത്തി എന്ത് ചെയ്യുക? പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അനസ് സാറിന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ സ്കൂളുകളുടെ പഠനമൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ സൈലത്തിൻ്റെ ക്ലാസ് കേൾക്കുന്നു. നമ്മൾ ക്ലാസ്സിൽ ഒന്നാമതായിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും? സാധിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക. മഴയൊന്നും കൊള്ളാതെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ വീട്ടിൽ സേഫായിട്ട് നിൽക്കുക. സ്കൂളിൽ കറക്റ്റ് പോവുക എന്നുള്ളതൊക്കെ തന്നെയാണ് എൻ്റെ 5ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അനസാർ എന്ത് ചെയ്യും? ഇനി ലൈവായിട്ടും വീഡിയോയൊക്കെ ആയിട്ട് വീണ്ടും നമ്മുടെ ഈ ചാനലിൽ വരും. അപ്പോൾ എല്ലാ മക്കളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കൾ എന്ത് ചെയ്യുക? അതൊക്കെ ചെയ്ത് വെക്കുക. നമുക്ക് വീണ്ടും കാണാം. അഗല വീഡിയോ में फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.